ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നടന്നത് ഒരു കൂട്ടത്തല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും തമ്മിലുള്ള അന്യായ തരത്തിലുള്ള ഒരു സംഘർഷത്തിനൊടുവിൽ ബിഗ് ബോസ് രണ്ടുപേരെ അക്ബറേയും അതുപോലെ തന്നെ ഷാനവാസിനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തി എല്ലാം കോംപ്രമൈസ് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് ആ ഒരു കൂട്ടത്തല്ലെത്തി. ഇതിനുള്ള ആദ്യത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ എല്ലാവരും ഒറ്റയ്ക്ക് ടാർഗറ്റ് ചെയ്യുന്നു. അനുമോളെ ഒറ്റയ്ക്ക് എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഒരു സംഭവത്തെ തുടർന്ന് ഷാനവാസ് പറയുകയുണ്ടായി, ഇനി അനുമോളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ഫൈറ്റിന് തന്നെ നമ്മൾ തയ്യാറെടുക്കണം, അവരുമായിട്ടൊരു ഓപ്പൺ ഫൈറ്റ് തന്നെ തയ്യാറെടുക്കണം. ആ ഒരു പറച്ചിലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു പറച്ചിലിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള്, അതുപോലെ തന്നെ ആദില, നൂറ, ഷാനവാസ് ഉള്ള ആളുകൾ ആയിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ ശരത്ത് ടീമിനെ എഗെയിൻസ്റ്റ് ആയിട്ടാണ്. ഇപ്പോൾ നടന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ആര്യൻ അനുമോളുടെ തലയിൽ ആ ഒരു ബാസ്ക്കറ്റ് കൊണ്ട് ഇടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു നല്ലൊരു വാക്ക് തർക്കം ഉണ്ടായി. ഒരു വാക്ക് തർക്കത്തിൽ എല്ലാവരും വന്ന് ഇടപെടുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. അതിനകത്ത് അനീഷ് ഇങ്ങനെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറയിൽ ചെക്ക് ചെയ്യണം, അതുകൊണ്ട് ആര്യനെ എവിക്റ്റ് ചെയ്യണം, ആര്യൻ അങ്ങനെ അനുമോളെ തലക്കിട്ട് ഇടിച്ചിട്ടുണ്ടെങ്കിൽ ആര്യനെ എവിക്റ്റ് ചെയ്യണമെന്ന് അനീഷ് പറഞ്ഞാൽ നിർത്തിയ വീണ്ടും അനുമോളും ആര്യനും തമ്മിൽ ഭയങ്കരമായിട്ട് വാക്ക് തർക്കം ഉണ്ടായി. ആ ഒരു വാക്ക് തർക്കത്തിൽ അനുമോൾ ചെരുപ്പ് വെച്ച് എറിഞ്ഞപ്പോൾ അക്ബറിൻ്റെ കാലിൽ കൊണ്ടു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന അക്ബർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. ആ ഒരു ഷൗട്ടിൽ തന്നെ നമ്മുടെ ഷാനവാസ് അവിടെ തന്നെ ആ ഒരു ഷൗട്ടിൽ ഷാനവാസ് വന്നിട്ട് പ്രതികരിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് അവിടെ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രീതിയിലുള്ള ഒരു സംഘർഷമായിരുന്നു. ഷാനവാസും അക്ബറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിക്ക് മാത്രം മുതിരാത്ത വാക്കുകൾ കൊണ്ടുള്ള, മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കംപ്ലീറ്റ് ഫയറിംഗ് ആണ് അവിടെ നടന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഫയറിങ്. ആ ഒരു ഫയറിങ്ങിൻ്റെ ഇടയിൽ നമ്മളുടെ ശരത്ത് അത് ഏറ്റുപിടിക്കാനുണ്ടായി. ശരത്ത് ഏറ്റുപിടിച്ച് ആര്യൻ്റെ അടുത്ത് എന്തോ പറഞ്ഞ് ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ആദില, നൂറ വന്നിട്ട് ശരത്തിനെയും ഫയർ ചെയ്തു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ട ഒരുപാട് നേരം നീണ്ടു നിന്നൊരു ഫയറിങ് ആയിരുന്നു അത്. ഏകദേശം ഒരു 10, 15, 20 മിനിറ്റോളം ശരത്തും അതുപോലെ തന്നെ അക്ബറും നമ്മുടെ ഷാനവാസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ഒരു ഫൈറ്റിങ്. അപ്പോൾ ഈ ഒരു ഫൈറ്റിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊരു 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ രണ ഫാത്തിമയ്ക്കൊന്നും അവിടെ ഒരു പ്രത്യേകിച്ച് റോള് പോലുമില്ല. ഈ ഒരു ഫൈറ്റുകൾ ആദ്യം തന്നെ, ഈ ഒരു ഫൈറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ ആദ്യം തന്നെ ചൊറിയാൻ വരുന്നത് കുറച്ച് ചെറിയ ആളുകളാണ്. രണ ഫാത്തിമ, അതുപോലെ തന്നെ രണ ഫാത്തിമയൊക്കെയാണ് ചൊറിയാൻ വരുന്നത്. പക്ഷേ വലിയ ഓപ്പൺ ഫൈറ്റ് വരുമ്പോൾ ആരും ഉണ്ടാവില്ല. ഓപ്പൺ ഫൈറ്റ് വരുമ്പോൾ നമ്മുടെ ശരത്ത്, അതുപോലെ തന്നെ ഷാനവാസ്, അക്ബർ, അതുപോലെയുള്ള വലിയ ആളുകളാണുള്ളത്. ബാക്കി എല്ലാവരും മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഇത് കോംപ്രമൈസ് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് കൂടി നിന്ന് കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടും ഒരു എത്തൂല. അതിനിടയിൽ എങ്ങോട്ടും എത്താത്തൊരു സംഘർഷം വന്നപ്പോഴാണ് നമ്മുടെ ബിഗ് ബോസ് ഷാനവാസിനെയും അതുപോലെ തന്നെ അക്ബറിനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തിയത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എല്ലാവരോടും ലിവിങ് റൂമിലേക്ക് വന്നിരിക്കാൻ പറഞ്ഞു. ലിവിങ് റൂമിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഷാനവാസിനെ അക്ബറിനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഒന്ന് ശാന്തനാവാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷാനവാസും അക്ബറും 2 ക്യാപ്റ്റന്മാർ എന്ന രീതിയിലാണ്, ഒരു ടീമിൻ്റെ 2 ക്യാപ്റ്റന്മാരെന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഷാനവാസിൻ്റെ ടീമിൽ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുമോള്, അതുപോലെ തന്നെ ആദില, നൂറ, ശൈത്യ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവർ 4 പേരും കൺഫേമാണ്. അതുപോലെ തന്നെ നമ്മുടെ അക്ബറിൻ്റെ ടീമിൽ രണ ഫാത്തിമ, അക്ബർ, നമ്മുടെ ശരത്ത്, അപ്പാണി, അതുപോലെ തന്നെ ആര്യൻ, ഇവരെല്ലാവരും ആ ഒരു ടീമിലുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ തിരിഞ്ഞിട്ടുള്ളൊരു ഫൈറ്റാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ചേരി തിരിഞ്ഞിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും, കൂട്ടത്തിൽ ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ മറ്റവൻ ചോദിക്കാൻ ചെല്ലും. അത് ഒരുത്തൻ്റെ മൂഡ് താങ്ങിയെന്ന് പറയുകയോ, അതുപോലെ തന്നെ ട്രൗസറിൻ്റെ വള്ളി എന്ന് പറയുന്ന ഒന്നുമല്ല. കൂട്ടത്തിൽ ഒരുത്തനെ തൊട്ട് കഴിഞ്ഞാൽ മറ്റാരാണെങ്കിലും അത് ചോദിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു 2 ടീമുകളായിട്ട് ഇവർ മാറിയിരിക്കുകയാണ്, ടീം എ, ടീം ബി. അപ്പോൾ ഇനിയുള്ള ഈ ഒരു ടീമിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അംഗങ്ങളായിരിക്കും നമ്മൾ വരുന്ന ആഴ്ചകളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും 2 ചേരി തിരിഞ്ഞിട്ടുള്ള ആക്രമണം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വരുന്ന ആഴ്ചകളിലും വരുന്ന ദിവസങ്ങളിലൊക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. ഓക്കെ, മറ്റുള്ളവർക്ക് വേണ്ടി